തേനിയിലെ നടുകൈ എന്ന് പറയുന്ന സ്ഥലത്ത് പ്രകാശ് എന്ന് പറയുന്ന 37 വയസ്സുകാരൻ ജീവിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹം ചെയ്യുന്ന പണി എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് ഫിനാൻസ് കമ്പനിയിലാണ് ജോലിയും കാര്യങ്ങളും ചെയ്യുന്നത്. രാവിലെ വീട്ടിൽ നിന്ന് 9 മണിക്ക് പുറപ്പെടും. അതുപോലെ തന്നെ വൈകുന്നേരം 6 മണിക്ക് വീട്ടിലോട്ട് കയറി വരും. അവിടെ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ ക്യാഷ് ഇടപാട് ചെയ്യുക, അതുപോലെ തന്നെ പലിശ പോയി വാങ്ങിക്കുക എന്ന തരത്തിലുള്ള ജോലിയും കാര്യങ്ങളുമാണ് ഇദ്ദേഹം ചെയ്തു വരുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് തേൻമൊഴി എന്നാണ്. ഇങ്ങനെയൊക്കെ തന്നെയാണെങ്കിലും ഇദ്ദേഹം വൈകുന്നേരം 6 മണിക്ക് വീട്ടിലോട്ട് അധികം എത്താറില്ല. ഏകദേശം 12 മണി, അതുപോലെ തന്നെ രാവിലെ 1 മണി 2 മണിയൊക്കെ ആവും ഇദ്ദേഹം വീട്ടിലോട്ട് വരാറ്. ഈ ഭാര്യയുടെ പക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓവർ ഡ്യൂട്ടിയും കാര്യങ്ങളും ഉണ്ട്, ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ ലേറ്റും കാര്യങ്ങളുമായി വരുന്നത് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു പറഞ്ഞത്. അങ്ങനെ സെപ്റ്റംബർ 21, 2022 ആകുകയാണ്. വൈകുന്നേരം 6 മണിക്ക് ഈ തേൻമൊഴി ഈ ഇദ്ദേഹത്തെ കാത്തിരുന്നിട്ടും വീട്ടിലോട്ട് വരുന്നില്ല. ഇതൊക്കെ കൊണ്ട് തന്നെ പിന്നീടും കാത്തു നിൽക്കുകയാണ്. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ മൊബൈലിലോട്ട് വിളിക്കുമ്പോൾ റിങ്ങും കാര്യങ്ങളും അടിക്കുന്നുണ്ട്. പിന്നീട് 11 മണിയാകുന്നുണ്ട്. 11 മണിക്കും പിന്നീട് ഇദ്ദേഹത്തിൻ്റെ ഫോണിലോട്ട് വിളിക്കുമ്പോൾ റിങ്ങും കാര്യങ്ങളും അടിക്കുന്നുണ്ട്. പിന്നീട് ഇദ്ദേഹം വരുമെന്ന് കാത്തുകൊണ്ട് തന്നെ തേൻമൊഴി ഇദ്ദേഹത്തെ കാത്തിരിക്കുകയാണ്. പിന്നീട് പിറ്റേ ദിവസം ആകുകയാണ്. പിറ്റേ ദിവസം ആയതിനു ശേഷം ഇദ്ദേഹത്തിൻ്റെ മൊബൈലിലോട്ട് തേൻമൊഴി വിളിച്ചിട്ട് റിങ്ങും കാര്യങ്ങളും അടിക്കുന്നില്ല, ഫോൺ സ്വിച്ച് ഓഫും കാര്യങ്ങളുമാണ്. ഇതൊക്കെ കൊണ്ട് തന്നെ നേരെ പോയിട്ട് അവിടെയുള്ള പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഒരു കേസ് കൊടുക്കുകയാണ്. ഇദ്ദേഹത്തിനെ കാണുന്നില്ല എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു കേസും കാര്യങ്ങളും കൊടുത്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാർ ഇദ്ദേഹത്തിൻ്റെ മൊബൈൽ ട്രാക്ക് ചെയ്യുകയും പിന്നീട് പോലീസുകാർ അന്വേഷണം കാര്യങ്ങൾ നടത്തിക്കൊണ്ട് വരികയും ചെയ്യുകയാണ്. പിന്നീട് പോലീസുകാർ അന്വേഷണം കാര്യങ്ങൾ നടത്തിക്കൊണ്ട് വരുമ്പോൾ ഒരു നമ്പറിൽ സ്ഥിരമായി വിളിക്കുന്നതായിട്ട് പോലീസുകാർ നോട്ടും കാര്യങ്ങളും ചെയ്യുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാർ ആ സ്ഥലത്തോട്ട് പോവുകയാണ് ചെയ്തത്. നിത്യ എന്ന് പറയുന്ന ഒരു പെണ്ണിൻ്റെ നമ്പറും കാര്യങ്ങളും ആയിരുന്നു അത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നിത്യയുടെ വീട്ടിൽ പോയതിന് ശേഷം ഇദ്ദേഹത്തിൽ തന്നെ അവരോട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ മിസ്സിംഗ് ആയ അതേ ദിവസം ഈ നിത്യയെ വിളിക്കുകയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തെ തന്നെ നിത്യയുടെ അടുക്കൽ ചോദിച്ചപ്പോൾ നിത്യ പറഞ്ഞത് ഈ ഇദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് ഫിനാൻസ് കമ്പനിയിൽ നിന്നും ഞങ്ങൾ കുറച്ച് ലോണും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്, അതിൻ്റെ ഇടപാടിന് വേണ്ടിയായിരുന്നു ഇദ്ദേഹത്തിനെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു പോലീസിനോട് പറഞ്ഞത്. പോലീസുകാർ പറഞ്ഞു നിങ്ങളെ ഫോൺ ട്രാക്കും കാര്യങ്ങളും ചെയ്ത് നോക്കുന്ന ടൈമിന് കാണാൻ കഴിഞ്ഞത് ധാരാളം ടൈമിൽ നിങ്ങൾ ഇത്തരത്തിൽ തന്നെ വിളിക്കും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാരോട് ഇവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് ഇത്തരത്തിൽ തന്നെ ലോണിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ പലിശ തിരിച്ചടക്കേണ്ട കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയായിരുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അതുമാത്രമല്ല എൻ്റെ ഹസ്ബൻഡിൻ്റെ സുഹൃത്തും കൂടിയാണ് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഇത്തരത്തിൽ തന്നെ പോലീസുകാർ നിത്യയും അതുപോലെ തന്നെ നിത്യയുടെ ഹസ്ബൻഡായ വിനോദിന് കൂട്ടിക്കൊണ്ടുപോയിട്ട് തേൻമൊഴിയുടെ പക്കൽ കൊണ്ടുപോയി കാണിക്കുകയാണ്. ഇവർ രണ്ടുപേരും തേൻമൊഴിക്ക് അറിയില്ല. ഇവർ രണ്ടുപേരും എൻ്റെ ഹസ്ബൻഡിൻ്റെ സുഹൃത്തുക്കളാണ് എന്ന് പോലും എനിക്കറിയില്ല എന്ന തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു പോലീസുകാരുടെ പക്കൽ തേൻമൊഴി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തേൻമൊഴിയുടെ മൊഴിയും കാര്യങ്ങളും വെച്ചുകൊണ്ട് തന്നെ പോലീസുകാർ നേരെ ഇവൻ ജോലി ചെയ്യുന്ന ഫിനാൻസ് കമ്പനിയിലോട്ട് പോവുകയാണ്. ഡെയിലി ഇവർ രാവിലെ 9 മണിക്ക് അവിടെ എത്തിയതിനു ശേഷം വൈകുന്നേരം 6 മണിക്ക് പോകുമെന്നായിരുന്നു അവിടെ പോലീസുകാരോട് പക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ തേൻമൊഴിയുടെ പക്കൽ പോയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ അവൾ പറഞ്ഞത് രാവിലെ 9 മണിക്ക് അവിടെ ജോലിക്ക് എത്തും, പിന്നീട് അവിടെ നിന്നും 6 മണിക്ക് ചില ദിവസം വീട്ടിലോട്ടെത്തും, അല്ലെങ്കിൽ വർക്ക് ലോഡും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ ചില സമയം രാത്രി 11 മണി 12 മണി അല്ലെങ്കിൽ 2 മണിക്ക് വീട്ടിലെത്തും എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു പറഞ്ഞത്. ഇത്തരത്തിൽ തന്നെ പോലീസുകാർക്ക് ഈ 2 സമയം കൂടി ഈക്വൽ ആവാത്തത് കൊണ്ട് തന്നെ പലതരത്തിലുള്ള സംശയങ്ങളും കാര്യങ്ങളും വരികയാണ്. ഇത്തരത്തിൽ തന്നെ ഇവൻ്റെ ഫോണും കാര്യങ്ങളും ട്രാക്കും കാര്യങ്ങളും ചെയ്തു നോക്കുമ്പോഴാണ് ഈ വിനോദിൻ്റെയും അതുപോലെ തന്നെ നിത്യയുടെയും വീട്ടിൻ്റെ പക്കലാണ് ഇവൻ്റെ ഫോൺ ലൊക്കേഷനും കാര്യങ്ങളും കണ്ടത് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പോലീസുകാർ മനസ്സിലാക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവർ രണ്ടുപേരും കൂട്ടിക്കൊണ്ടുപോയി ക്വസ്റ്റ്യനും കാര്യങ്ങളും ചെയ്യുകയാണ്. പിന്നീട് പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവരാണ് കൊന്നത് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് തുറന്നു പറയുകയും ചെയ്തു. ഇവരെ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ തന്നെ ഇവൻ്റെ ഫിനാൻസ് കമ്പനിയിൽ നിന്ന് ഇവർ ലോണും കാര്യങ്ങളും എടുക്കുകയാണ്. പലിശ വാങ്ങിക്കാൻ വേണ്ടി ഇവൻ വീട്ടിലോട്ട് പോകുമ്പോൾ സഭ്യമായ ഭാഷയിലായിരുന്നു അവരുടെ പക്കൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നിത്യ ഇവൻ പലിശ വെട്ടി കുറച്ച് തരും, അല്ലെങ്കിൽ പിന്നീട് അവധിയിൽ നിന്നും പലിശക്ക് ഞങ്ങൾക്ക് അടക്കാനുള്ള സമയം കുറച്ച് നീട്ടി കിട്ടുമെന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവൻ്റെ പക്കൽ പോയിട്ട് ഇവളും സഭ്യമായ ഭാഷയിൽ സംസാരിക്കും. പിന്നീട് രണ്ടുപേരും തമ്മിൽ ഒരു കണക്ഷൻ ചെയ്യുകയാണ്. പിന്നീട് വിനോദ് വീട്ടിലില്ലാത്ത സമയം ഈ രണ്ടുപേരും തമ്മിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടാൻ വേണ്ടി തുടങ്ങുകയും ചെയ്യുകയാണ്. ഇത്തരത്തിൽ തന്നെ ഇവർ രണ്ടുപേരും ഇത്തരത്തിൽ തന്നെ ഈ വിനോദ് വീട്ടിലില്ലാത്ത സമയത്ത് വന്നിട്ട് രണ്ടുപേരും ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ
ഏർപ്പെടുമായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പിന്നീട് ഇവൾ പറയുകയാണ് എൻ്റെ ഭർത്താവിന് തിരിയുകയാണ്, പിന്നീട് എന്താണ് സംഭവിക്കുക എന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവൾ പറയുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവൻ പറയുകയാണ് നീ എന്താക്കുക നിന്റെ ഭർത്താവിനെ എനിക്ക് പരിചയപ്പെടുത്തി തന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഭർത്താവിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. പിന്നീട് വൈകുന്നേരം ഡെയിലി ഒരു കുപ്പിയുമായി ഇവൻ വീട്ടിലോട്ട് വരും. വിനീതിനെ കുടിപ്പിച്ച് അവിടെ ബോധം കെടുത്തിയതിന് ശേഷം അവൻ്റെ ബെഡ്റൂമിൽ പോയി രണ്ടുപേരും ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടാറുണ്ടായിരുന്നു. ഇത്തരത്തിൽ തന്നെ ഇവർ രണ്ടുപേരും എന്തിനാണ് എനിക്കിങ്ങനെ കുപ്പി വാങ്ങിച്ചു തരുന്നത് എന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ വിനോദ് ചിന്തിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഭാര്യയുടെ പക്കൽ പോയി ക്വസ്റ്റ്യൻ ചെയ്യുകയും പിന്നീട് ഭാര്യ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തുറന്നു പറയുകയും ചെയ്തു. പിന്നീട് അവളെ അടിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുകയാണ്. പിന്നീട് ഇവർ രണ്ടുപേരും തമ്മിലുള്ള ബന്ധം ഇല്ലാതാക്കാൻ വേണ്ടി ഇവൻ നോക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നിത്യ ഇവനെ വിളിച്ച് പറയുകയാണ് ഇത്തരത്തിൽ തന്നെ നിന്റെ പലിശ ഞാൻ എങ്ങനെയെങ്കിലും തന്നു വീട്ടിക്കോളാം, നമ്മൾ തമ്മിലുള്ള ബന്ധം ഇനി വേണ്ട എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പോഴാണ് ഇവളെ വാട്സപ്പിലോട്ട് 2-3 ഫോട്ടോസും വീഡിയോസും വരുന്നത്. ഇത്തരത്തിൽ തന്നെ ഇവ ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്ന ഫോട്ടോസും വീഡിയോസും ഇവ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. നീ എനിക്ക് വഴങ്ങി തന്നില്ലെങ്കിൽ ഇതെല്ലാം ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇടുമെന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവ പറയുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഭർത്താവായ വിനോദിൻ്റെ പക്കൽ പോയിട്ട് ഇവൾ പറയുകയും ചെയ്യുകയാണ്. പിന്നീട് ഇവൻ ഇല്ലാതാക്കിയേ ഇവർക്ക് ലക്ഷ്യമുള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ സെപ്റ്റംബർ 21-ാം തീയതി ഇവൾ വിളിക്കുകയാണ് എൻ്റെ ഭർത്താവ് ഇവിടെ ബോധം കെട്ടി വീണിട്ടുണ്ട്, നീ ഇങ്ങോട്ട് വാങ്ങുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഇവനെ വീട്ടിലോട്ട് വിളിച്ചു കൊണ്ടുവന്നു. ഭർത്താവിനെ ഇവൻ പോയി നോക്കുന്ന ടൈമിന് കാണാൻ കഴിയുന്നത് വിനോദാണെങ്കിൽ അവിടെ ബോധം കെട്ടി വീണ് കിടക്കുന്നുണ്ട്. അക്കൽ തന്നെ ഒരു കുപ്പിയും കാര്യങ്ങളുമുണ്ട്. ഇതൊക്കെ കൊണ്ട് തന്നെ ഇവൻ വിചാരിച്ചു അവിടെ ബോധം കെട്ട് വീണു എന്ന്. പിന്നീട് ഇവൻ നേരെ ഇവളെ മക്കൾ പോയിട്ട് തൊടാൻ നിൽക്കുന്ന ടൈമിന് പെട്ടെന്ന് തന്നെ വിനോദ് അവിടെ നിന്ന് എണീച്ച് വന്ന് ഇവൻ്റെ കഴുത്തിലോട്ട് ഒരു കയറിട്ട് മുറുക്കുകയാണ്. അവിടെ നിന്ന് കഴുത്തിലോട്ടിട്ട് കയറിട്ട് മുറുക്കിയതിന് ശേഷം കൊലപാതകം ചെയ്യുകയും ചെയ്തു. ഇവൻ കാലിട്ട് പടുക്കുന്ന ടൈമിന് ഇവൾ നേരെ പോയിട്ട് അവൻ്റെ കാല് പിടിച്ചു വെക്കുകയും ചെയ്യുകയാണ്. പിന്നീട് കൊന്നതിന് ശേഷം ഇവൻ്റെ സുഹൃത്തിനോട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞതിന് ശേഷം വിനോദും അതുപോലെ തന്നെ വിനോദിൻ്റെ സുഹൃത്തും കൂടിയിട്ട് മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നും വൈക്കയിലോട്ട് ഒഴുകുന്ന കനാലിലോട്ട് കൊണ്ടുപോയിട്ട് ഇവൻ്റെ ഡെഡ് ബോഡിയും കാര്യങ്ങൾ ഇവർ രണ്ടുപേരും ഇടുകയാണ്. ഈ ഡെഡ് ബോഡി എങ്ങനെയെങ്കിലും ഒഴുകി പോവുകയാണെങ്കിൽ എവിടെ പോയി എന്ന് പോലീസുകാർക്ക് പോലും കിട്ടില്ല. ഇവരെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഡെഡ് ബോഡി കിട്ടാത്തത് കൊണ്ട് തന്നെ കേസ് അവിടെ നിൽക്കുമെന്ന തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു ഇവർ രണ്ടുപേരും ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഡെഡ് ബോഡി പോലീസുകാർക്ക് ലഭിക്കുകയും ചെയ്തു. ഇപ്പോൾ അവരെല്ലാവരും ചേർന്നുകൊണ്ട് തന്നെ ജയിലിലാണ് കമ്പി എണ്ണിക്കൊണ്ട് കിടക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതിൽ നല്ല വീഡിയോയുമായി വരാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ അഫ്രാദ്.